നല്ല തീറ്റ. ഞാനാ? അപ്പൊ നീയോ ഞാൻ തന്നെ 1.5 കിലോ ബീഫും 1.5 കിലോ ചിക്കനും ഒരു ദിവസം തീർക്കണ ആരാണ്? ഒരു ഉമ്മതരം മറന്നു. ഒരു പേടി വരാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ. അത് ഞാൻ കാണിക്കാനും തുടങ്ങി. എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ദേഷ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല എന്ന് എനിക്ക് കാണിക്കാൻ അറിയില്ല. അത് കറക്റ്റായിട്ട് ഫേസിൽ കണ്ട് എന്നോട് പോലും പറയാതെ ഹി ആക്ച്വലി മേഡ് എ ഡിസിഷൻ. ഓക്കെ, ഞാൻ വീട്ടിൽ പോയി പറയാം. ഞാൻ ഉമ്മച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നുണ്ട്, ഇത് എന്തായാലും അടിപൊളി തീരുമാനമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അവര് ഭയങ്കര കൂളായിട്ട് എടുത്തതിനെ. അവര് ഫസ്റ്റ് മെസ്സേജ് കാണുമ്പോ എക്സാക്ട്ലി നോ അവര് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ജെന്വൻലി വന്നാണോ, വെറുതെ ടൈം പാസിന് വരുന്ന ആൾക്കാരാണോ. ചില ആൾക്കാർ വെറുതെ ഒക്കെ മെസ്സേജ് അയക്കാൻ വരും. അപ്പൊ ഞാൻ ഇവന് ഫോൺ കൊടുക്കും, ഒന്ന് ടൈം പാസ് കൊടുത്തേക്ക്. ആള് കൊടുക്കുന്നുണ്ട്. വിശേഷം ഞാൻ എവിടെ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. മമ്മി ഇതുവരെ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. I come from a family, they are also not agreeing. പക്ഷെ എന്നാലും at the end I'm not an orphan yaar. So എൻ്റെ മൈൻഡിൽ ഇതേ ഉള്ളൂ, ഞാൻ എന്തിനും വെറുതെ അങ്ങനെ. എനിക്ക് ആഗ്രഹമുണ്ട് ഫോർ ഷുവർ. എൻ്റെ പാപ്പ ഹിന്ദു, മമ്മി ക്രിസ്ത്യൻ, ഞാനും മുസ്ലിം. ഫോർ മീ ഓൾ റിലീജിയൻ ഹാസ് ടോട്ട് മീ സെയിം തിങ്. സി റൈറ്റ് നോ എൻ്റെ കൂടെ പറയണ ക്രിസ്ത്യാനിറ്റിയിൽ ജീസസ് ക്രൈസ്റ്റ് കൂടെയുണ്ട്, പപ്പയുടെ എല്ലാ ഹിന്ദു ഗോഡ്സിൻ്റെ കൂടെ. ഇപ്പം ഇതാണ് അല്ലാഹു എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഫോർ മീ ദർ ആർ സോ മെനി ഗോഡ് സേവിങ് മീ നൗ. ഞാൻ ആ രീതിയിൽ പറയാം. ആൾക്കാർ ഒരാളോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇത്ര പേരായിപ്പോൾ മറ്റേ കർത്താവിന്റെ മറ്റേ നീല വെളിച്ചം പോലത്തെ ഇങ്ങനെ റൗണ്ട് കാണുമ്പോ തിങ്കളിൽ അതാ തോന്നുന്നത്. ഓ ദൈവമേ, നമുക്ക് ചോദിച്ചു കൺഫസ് ചെയ്തു. ഓക്കെ ഫൈൻ, വിൽ ഗെറ്റ് മാരീഡ്. അപ്പൊ രണ്ടുപേരും ഓക്കെ ആയി, റൈറ്റ്? ആ വീട്ടിൽ വന്നു, അവിടെ വരെ ഹാപ്പി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ തിങ്ക് ചെയ്തത് വീട്ടില് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു അത് പറയാം. So for me, I'm a very like ഞാൻ ഡിസിഷൻ എടുത്താൽ പിന്നെ ഡിസിഷൻ എടുക്കണ പോലെ ഒരു പേഴ്സൺ ആണ്. So then I don't cut and right ആണ്. So first I informed my sisters about it because എൻ്റെ younger sister ഡിംപിളിൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഞാൻ, വെരി വെരി ക്ലോസ് ഫ്രണ്ട്. ആൻഡ് ഏറ്റവും യങ്ങർ സിസ്റ്ററിനും നല്ല ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ 3 സിസ്റ്റേഴ്സിനും അത്രയ്ക്ക് അടിപൊളി ഫ്രണ്ടുമാണ്. സോ ഐ ഹാഡ് ടു ഇൻഫോം ദം ഫസ്റ്റ്. സോ ഞാൻ ഡിംപിളും എന്നെ ആദ്യം ഇൻഫോം ചെയ്തു. ആൻഡ് ദേ വർ ലൈക്ക് ഹെഡ്സ് അപ്പ്, പാവത്തിന്റെ ടോർച്ചർ രണ്ടുപേരും പ്ലീസ് അവന് ടോർച്ചർ ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞു. അവന് ഒരു നല്ല ജീവിതം ഉള്ളതാ, നീ ആയിട്ടത് കൊളവാക്കി. They liked him more than me. Okay. So ആ ഒരു രീതിയിൽ എന്നോട് പറഞ്ഞു, നീ അവനെ കറക്റ്റായിട്ട് റെസ്പെക്റ്റോടെ ലൈഫിൽ കൊണ്ടു നടക്കാൻ പറ്റുവാണ് ഓക്കെ, അതർവൈസ് ലീവ് ഹിം അലോൺ എന്നുള്ള രീതി. I'm like okay. Then the next step was my mom is an extreme Christian and for sure it will take a lot of. My dad is a Hindu, mom is a Christian, and I'm going to be marrying a Muslim guy. Of course, it's going to be like oru kind of war inside the house. And even relatives in the side innu or but see, for me it was all about my choice. Seriously speaking, enke ipo Dimple appuna allenge mammikku idine edirpundengelum ഞാൻ ചിലപ്പോൾ എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് അത് എൻ്റെ ഡിസിഷൻ. വൈ? ബിക്കോസ് ഐ ഹാവ് ടു ലിവ് ദി നെക്സ്റ്റ് ലൈഫ്. സോ ഐ നോ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇസ് ബൈ ലിവിങ് ഇട്ടാ, അല്ലെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇസ് ബൈ ലിവിങ് ത്രൂ ഇറ്റ് എന്നാണ്. സോ ഐ നോ മൈ മോം വിൽ ബി അഗെയിൻസ്റ്റ് ഇറ്റ്. ഇറ്റ് വാസ് നോട്ട് എ ചോയ്സ്. ഒരിക്കലും എൻ്റെ മമ്മി യെസ് എന്ന് പറയില്ല എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട്. എന്നാലും ഐ ടുക്ക് ഹിം വിത്ത് മീ right there and I told mom okay, മമ്മിക്ക് ആദ്യം അറിയാം, മമ്മിക്ക് ഓൾറെഡി ഫ്രണ്ടാന്ന് ഉള്ള കാര്യം അറിയാം. So but then agreeing him as a son-in-law not like adu accepted. But see, the fact is mom is a mom. I am not able to settle down. Papa passed away, two sisters ഉണ്ട്. So മമ്മിയുടെ മനസ്സിന്റെ ഉള്ളിൽ I wish she gets settled എന്നുള്ളൊരു ഇത് ആഗ്രഹമുണ്ട്. I hope she gets settled now finally. But religion of course is a big issue for parents and namukku avare question cheyan pattilla. They've been in this society for a longer time. Ade and they have to be answerable more. Mummy avada തൊട്ടടുത്ത് പള്ളി, മമ്മി ചെറുതായിട്ട് വീട്ടിലും പ്രയറിന് ആൾക്കാരെ വിളിച്ച് പ്രയർ ചെയ്യുന്ന ഒരാളാണ്. സോ മമ്മിക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. But and then see, my mom knew it. If I'm telling her, this is a decision that I've taken. So she just messaged me, I know you have already taken the decision, so you go ahead as you want to. My prayers are with you, but I'm not sure if my soul is with you for this decision.
കറക്റ്റ്ലി അങ്ങനെ തന്നെ പറഞ്ഞു. ആൻഡ് ഐ റിയലി ഫെൽ സാഡ്. അതായത് യുവർ വിഷ് പോലെ യു ഡു എന്നുള്ളത് ഇൻഡയറക്റ്റ് ഹിന്ദു എന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, പക്ഷെ ആസ് എ ക്രിസ്ത്യൻ സോൾ മൈ സോൾ ഇസ് നോട്ട് വിത്ത് യു എന്നുള്ളത്. അപ്പൊ ഞാൻ മമ്മിനോട് പറഞ്ഞു, മോം ഐ ഹാവ് നോ ഐഡിയ ഇതിൽ സോൾ പ്രേയേഴ്സ് ബ്ലെസ്സിങ്സ് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് സീരിയസ്ലി റിലീജിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനോട് എനിക്കൊരിക്കലും വലിയ അത് ഉണ്ടായിരുന്ന ആളല്ല. അല്ലെങ്കിൽ എൻ്റെ പാപ്പ ഹിന്ദു, മമ്മി ക്രിസ്ത്യൻ, ഞാൻ മുസ്ലിം. ഫോർ മീ ഓൾ റിലീജിയൻ ഹാസ് ടോട്ട് മീ സെയിം തിങ്. സി റൈറ്റ് നൗ എൻ്റെ കൂടെ പറയണ ക്രിസ്ത്യാനിറ്റിയിൽ ജീസസ് ക്രൈസ്റ്റ് കൂടെയുണ്ട്, പപ്പയുടെ എല്ലാ ഹിന്ദു ഗോഡ്സിൻ്റെ കൂടെ. ഇപ്പോൾ ഇതാണ് അല്ലാഹു എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഫോർ മീ ദർ ആർ സോ മെനി ഗോഡ് സേവിങ് മീ നൗ. ഞാൻ ആ രീതിയിൽ പറയുക. ആൾക്കാർ ഒരാളോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇത്ര പേരായിപ്പോൾ, അപ്പോൾ എന്നെ ഇത്ര പേര് സേവ് ചെയ്യാനുണ്ടെന്ന് ഞാൻ ആ ഒരു രീതിയിലാണ് കാണുന്നത്. സോ അങ്ങനെ എനിക്ക് മമ്മീനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. That mom, I'm more safer now. So now there's so many gods helping me. So calm down, don't worry about it എന്നുള്ള രീതി. She likes him. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ പറയണ ന്യൂ ഇയർ എല്ലാവർക്കും കാശിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആൾക്കും എന്നാ പോക്കറ്റ് മണി എന്നാണ്, പിള്ളേർക്ക് മാത്രമല്ല. ബട്ട് ഒരു സൊസൈറ്റൽ ലെവലിൽ ഇപ്പോൾ ആക്സെപ്റ്റൻസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഷി സ്റ്റിൽ ഫൈറ്റിംഗ് ഓവർ ഇറ്റ് ആൻഡ് ലെറ്റ് ഹർ ടേക്ക് എ ടൈം ബിക്കോസ് ഐ തിങ്ക് ഷി ഡിസേർവ്സ് ദാറ്റ് മച്ച് ടൈം. ഞാൻ എൻ്റെ ഡിസിഷൻ അവരുടെ മേത്ത് ഇടുക ചെയ്തത്. അപ്പൊ അങ്ങനെ മെസ്സേജ് വന്നു, അങ്ങനെ ഞങ്ങൾ രജിസ്റ്ററിന് അപ്ലൈ ചെയ്തു. ആ മെസ്സേജ് വന്ന് കഴിഞ്ഞിട്ടാണോ രജിസ്റ്ററിന് അപ്ലൈ ചെയ്തത്? അതെ, മമ്മിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഡിംപിളും സിസ്റ്റേഴ്സ് ഒക്കെ ഹാപ്പി ആയിരുന്നു. Like, see, it's not about being happy. It's just that they agree with me. ഡിസിഷൻ എടുത്തു എന്നാണ് അവരോട് പറഞ്ഞത്. ഞാൻ അഭിപ്രായം I ചോദിക്കുകയല്ല. don't take permission, no. So they agree. do this എന്നുള്ളൊരു കാര്യം ഞാനിത് തീരുമാനിച്ചു, നിങ്ങൾ അറിയിക്കുന്നു. Okay. സോ അവർക്ക് അതിൽ വേറെ ഒപ്പോസ് ചെയ്യാനൊന്നുമില്ല. they ആൾക്ക് ഇവരെ ഇവിടെ അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഐ മീൻ അപ്പൊ അങ്ങനെ 17th മാരേജ് ഒഫീഷ്യലി ആക്ച്വലി വി ട്രൈഡ് സിൻസ് ഡിസംബർ. പക്ഷെ അങ്ങനെ ഈ വീട്ടുകാരെല്ലാവരും ഒന്ന് അറിയിച്ചിട്ട് നമുക്ക് മതി എന്നുള്ള രീതിയിൽ. ബിക്കോസ് എന്റെ പ്രോസസ്സ് കഴിഞ്ഞെങ്കിലും ഇനിയിപ്പോ ഇപ്പുറത്തുണ്ടല്ലോ ഒരു പ്രോസസ്. സോ മൈ ക്വസ്റ്റൻ വാസ്, ഇവന്റെ വീട്ടിലും അറിഞ്ഞിട്ടേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുള്ളൂ. ഐ വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. പറഞ്ഞ ഈ യെസ് പറയണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ചധികം സമയം വേണോട്ടെ വീട്ടിൽ പറയാൻ. അതൊരു കാരണം ഞാൻ കുറേ റോങ് ഡിസിഷൻസ് എടുത്ത് കുറേ സംഭവങ്ങളൊക്കെ കാര്യങ്ങൾക്കായി. അപ്പോൾ സോ വീട്ടുകാരെ എന്നെ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിരുന്നു, എന്നെ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ കടന്നുപോയ ആൾക്കാരാണ്. അപ്പോൾ സോ ഞാൻ ഇനിയൊരു പുതിയൊരു ഡിസിഷൻ പറയുമ്പോൾ അത് അവർക്ക് ഇനി ഇറിറ്റേറ്റ് ആവരുത്, അക്സെപ്റ്റ് ചെയ്യാൻ മടി ഉണ്ടാവാം, അവർക്ക് അതൊരു വിഷമാവും. കാരണം ഞാനൊരു ബാക്ക് ടു അവരെ ഒരു നോർമൽ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നില്ല. അപ്പം ഞാൻ അപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് സമയം വേണ്ട, എന്തായാലും പറയാനായിട്ട് സമയമുണ്ടോ. ഞാൻ ആ സമയം കുറച്ച് അധികം എടുത്തു. ആള് പറഞ്ഞു കഴിഞ്ഞു 1 month കഴിഞ്ഞു, 2 months ആവാറായി. അപ്പൊ പിന്നെ ആളിൽ ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി. ഞാൻ എന്തുകൊണ്ട് പറയുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് അത് ഭയങ്കരമായിട്ടും ഇറ്റ് ഇഫക്ട്സ് മൈ ഡിസിഷൻ. ബിക്കോസ് ഞാൻ ഒരു ദിവസം പോലും താമസിക്കില്ല. ഇറ്റ്സ് മൈ ഡിസിഷൻ, ഓക്കെ ഐ എം ഗോണ ഗോ ടെൽ. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ സോൾവ് ആക്കണം നമുക്ക് നോക്കാം. ബട്ട് വട്ട് ഹാസ് ബീൻ ഡിസൈഡഡ്, ലെറ്റ്സ് ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ്. ഫേസ് ടു ഫേസ് അങ്ങ് പോവാം, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആളോട് ഇൻഡയറക്ട്ലി ആണ് ചോദിച്ചുകൊണ്ടിരിക്കണേ. സോ നമ്മൾ എപ്പോഴും അവിടെ സംസാരിക്കാൻ പോണേ, വാട്ട് ആർ വി ഡൂയിങ്. ഐ കാൻ ടെൽ ഹിം ബിക്കോസ് ഹീസ് ഓൾറെഡി ടോൾഡ് മീ എനിക്ക് സമയം എടുക്കും പറഞ്ഞു. അപ്പൊ എനിക്ക് ഡയറക്ട്ലി 1 മാസം 2 മാസം ഇനി എത്ര ടൈം ഇവന് വീട്ടിൽ പറയാൻ എനിക്ക് ഇരിക്കപ്പൊറുതി കിട്ടുന്നില്ല. നമുക്കൊരു ചെറിയൊരു മൈൻഡിനൊരു ഇതുമായി അത് ശരിക്കും അത് ഇവള് കാണിച്ചു തുടങ്ങി. ദിസ് ഈസ് ലൈക്ക് ഞാൻ പറയണേ സെയിം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ലൈഫിൽ നമ്മളൊരു ബാഗേജ് ആയിട്ട് ക്യാരി ചെയ്യുന്നുണ്ട് വിത്ത് ട്രോമാസ് ഓഫ് യു പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് എവരിതിങ്. സോ അവിടെ ഒരു ആക്സെപ്റ്റൻസ് ആയിരുന്നു നമുക്ക് വേണ്ടത്. അപ്പം ആൾ ആക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ആൾക്ക് അത് വീട് വരെ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എം ഐ ഗോയിങ് ആ സെയിം സൈക്കിളിലേക്കാണോ ഇനി ഞാൻ തിരിച്ചെത്താൻ പോണത്. ആ ഒരു ചെറിയൊരു പേടി വരാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ. അത് ഞാൻ കാണിക്കാനും തുടങ്ങി. എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ദേഷ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല എന്ന് എനിക്ക് കാണിക്കാൻ അറിയില്ല. അത് കറക്റ്റായിട്ട് ഫേസിൽ കണ്ട് എന്നോട് പോലും പറയാതെ ഹി ആക്ച്വലി മെയ്ഡ് എ ഡിസിഷൻ, ഓക്കെ ഞാൻ വീട്ടിൽ പോയി പറയാം എന്നുള്ളൊരു. അല്ല ഞാൻ ശരിക്കും പറയാതിരുന്നു. ഞാൻ പിന്നെയും അതാ പറഞ്ഞ ഞാൻ കുറേ ഡിസിഷൻ എടുത്ത് അവരെല്ലാം കുറേ ഇത് കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ സെയിം കാസ്റ്റ് എൻ്റെ വീട്ടിലും ഭയങ്കര വിഷയം തന്നെ ആയിരിക്കുമല്ലോ. സോ എന്തായാലും കാസ്റ്റും വേറെ ഇനിയും ഒരു ഓക്കെ പറഞ്ഞേക്കാം. അത് ഇവള് കാണിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് രക്ഷയില്ല. ഞാൻ അറിയിച്ചേ പറ്റൂ. ഞാൻ ഉമ്മച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നുണ്ട്, ഇത് എന്തായാലും അടിപൊളി തീരുമാനമായിരിക്കും എൻ്റെ
എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർ ഭയങ്കര കൂളായിട്ട് എടുത്തതിനെ. നീ എന്തായാലും നാളെ വീട്ടിലിട്ട് വാ. ഓക്കെ, ഞാൻ വീട്ടിൽ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇവന് വീട്ടിൽ അപ്പൊ തന്നെ ഞാൻ അങ്ങനെയൊക്കെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണോ. ഞാൻ ഉമ്മച്ചിക്കാണ് മെസ്സേജ് അയച്ചെങ്കിലും മദറിനാണ് മെസ്സേജ് അയച്ചെങ്കിലും അപ്പയാണ് റിപ്ലൈ അയക്കണം ആ ഫോണിൽ നിന്ന് എനിക്ക്. സത്തു നീ നാളെ വീട്ടിലിട്ട് വന്നേരും. കാഷ്വലായിട്ട് വെരി കൂൾ. വെരി Which was അവരുടെ അടുത്ത് നിന്ന് അത് കംപ്ലീറ്റ്ലി ഭയങ്കര കൂളായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നു, എന്താ സത്തു പ്ലാൻ, ഇനി എന്തായാലും നീ ഇങ്ങനെ ആക്ച്വലി ആൾക്ക് 2 ബ്രദേഴ്സ് ആണ്, എൽഡേഴ്സ് ആണ് ഉള്ളത്. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. വീട്ടിലാണെങ്കിലും ഞാനിങ്ങനെ ഒറ്റക്ക് പോണതിനോട് അവർക്ക് താല്പര്യം. കുഞ്ഞുമോനാ അതാണ് ഞാൻ ഏറ്റവും മൂത്തതും ഇവൻ ഏറ്റവും ഇളയതുമാണ്. സോ കുഞ്ഞിതാണ്, അതിന്റെ ഒരു ഇതുണ്ട് വീട്ടില്. സോ ഞാൻ ഓഫ് കോഴ്സ് അതിലാണ് ഞാൻ വളർന്നത്. അതൊക്കെ തരിപ്പണമാക്കിയോള്. ഇവിടെ ഇതൊന്നും പ്രതീക്ഷിക്കണ്ട, നീ നിന്റെ കാര്യങ്ങൾ ചെയ്യാ, ഇവിടെ കുട്ടിയില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ തന്നെ ഇവർ അക്സെപ്റ്റ് ചെയ്തു. ശരിക്കും വീട്ടിൽ എനിക്ക് ഷുവറായിരുന്നു, വീട്ടുകാർ എൻ്റെ അടുത്ത് കൂളാണ് എപ്പോഴും. പക്ഷെ ഞാനിത് പറയുമ്പോൾ അവരിൽ ഉണ്ടാവണ ഒരു വിഷമം അത് ഓർത്തിട്ട് മാത്രമേ പറയാതെ. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ, ഞാൻ ഇളയതായതുകൊണ്ടാവാം, എന്ത് പറഞ്ഞാലും അവർ ഓക്കെയാണ്. അത്രയും ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഉമ്മച്ചിയാണെങ്കിലും ഒന്ന് പിണങ്ങുമെന്നുള്ളൂ, ജസ്റ്റ് ആദ്യം ഒരു പിണക്കം കാണിക്കും, അത് കഴിഞ്ഞ് കൂളായിരിക്കും. ഉമ്മച്ചി എപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങനെ, ഭാവിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു വിഷമം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ നടന്നിട്ടും ഇനിയും ഇവൻ ഇങ്ങനെ തന്നെയാണല്ലോ പോണതെന്ന് ചിന്തിക്കൂലോ എന്നൊരു സാധനത്തിലാണ് ഞാൻ ഇവരോട് പറയുന്നത്. പക്ഷെ ഞാൻ വീഴ്ത്തി വെച്ചിട്ടുണ്ടായി. ബിക്കോസ് മൈ ഡാഡ് വാസ് ആബ്സല്യൂട്ട്ലി സമൺ, ആളെല്ലാ ബുക്സും വായിച്ച ആളാ, ഹോളി ബുക്സ്. സോ ബൈബിൾ മുതൽ ഋഗ്വേദാസ് മുതൽ ഗീത മുതൽ ഈവൻ ഖുറാൻ ഹി മെയ്ഡ് അസ് റീഡ് ഇറ്റ്. സ്പെഷ്യലി ഞാൻ എൻ്റെ വീട്ടിൽ ഇതെല്ലാം വായിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിലും ഐ ഹാവ് റെഡ് ഇറ്റ്, ഒരു ബേസിക് ഉണ്ട്, ഐഡിയ ഉണ്ട്. അപ്പോൾ എനിക്ക് ഹിസ്റ്ററി അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. സോ എനിക്ക് അതിൻ്റെതായ ദേഷ്യങ്ങളും ഉണ്ട് ചില കാര്യങ്ങളോട്. അത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്ന ആളും ആയതുകൊണ്ട് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആളോട് സംസാരിക്കാൻ. ആളിത് പറയുന്നില്ല, എന്നാലും ഞാൻ ഇവനോട് പറഞ്ഞു വീട്ടിൽ പോകുമ്പോൾ പറ എനിക്ക് ഖുറാനൊക്കെ കറക്റ്റായിട്ട് അറിയാം. അല്ല, ഞാൻ ഒട്ടും റിലീജിയസ് സംസാരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരുപാട് നോളജ് ഇല്ല. കാരണം കാര്യം ഞാൻ എനിക്ക് അറിയാവുന്ന നോളജ് ആയിരിക്കില്ല ചിലപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാം, മനസ്സിലായി, നമ്മുടെ റിലീജിയനെ പറ്റിയിട്ട്. സോ ഞാൻ എപ്പോൾ എന്ത് സംസാരം ഏതൊരു സദസ്സിൽ വന്നാലും അതിനെപ്പറ്റി മാത്രം ഞാൻ സംസാരിക്കില്ല ഇവളോടും. ഞാനപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം ഇതാണെന്നുള്ള രീതിയിലാണ് ഞാൻ പോവാറ്. അല്ലാതെ കൂടുതൽ അതിനെപ്പറ്റി തേടി പോവാം. എൻ്റെ ഫാദർ ഇതായിരുന്നു, എൻ്റെ ഫാദർ. സോ ഇപ്പം നമ്മളാണെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ചെന്തോ ഒരു ദിവസം സംസാരിച്ച് വന്നപ്പോൾ ആൾക്ക് എന്നേക്കാൾ കൂടുതൽ ഭയങ്കര അറിവ്. എന്നിട്ട് ഓരോ എൻ്റെ അടുത്ത് പറയാണ് ഇത് ഇങ്ങനെയാണെന്നല്ലോ. ഞാൻ അപ്പോൾ സമ്മതിച്ചു, പൊന്നോ എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാനിതൊക്കെ വീട്ടിലും പോയി പറയണ്ട, ആൾക്ക് ഖുറാനൊക്കെ അറിയാട്ടോ, എല്ലാം സെറ്റാണ്. അപ്പോൾ വീട്ടില് ഞാൻ ചെന്ന് പറയുമ്പോൾ വീട്ടുകാർ ഫുള്ളി ഓക്കെ നടത്തി തരാം, എന്നാ നീ എന്തായാലും ഇനി ഒറ്റക്ക് നടക്കണ്ട, കാരണം അവർക്കും തോന്നി തുടങ്ങി. കാരണം പിന്നെ വേറെ ഡിസ്കഷൻ ഒന്നും ചെയ്തില്ല വീട്ടുകാര്. ട്രസ്റ്റ് മീ, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങോട്ട് കണ്ടിട്ടില്ല, ഫാമിലിയായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് പിറ്റേ ദിവസം മുതലേ വാപ്പായും അമ്മച്ചിയും പറഞ്ഞാണ് ഒന്ന് കാണിക്ക്. ഓഹോ, ഇതുവരെ ആള് കാണിച്ചിട്ടില്ല. എനിക്കെന്താന്ന് വെച്ചാല് എന്റെ ഉള്ളില് ആസ് ലൈക്ക് എവ്രി അതർ വുമൻ ഓൾസോ മമ്മി ഇതുവരെ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. സോ ഞാന് ഒരു ഓർഫൻ അല്ല, ഫോർ ഷുവർ ഐ ഹാവ് എ ഫാമിലി ദാറ്റ് ഇസ് ദെയർ. സോ ഐ ഡോണ്ട് വോണ്ട് ടു വാക്ക് ഇൻ ടു സംബഡി എൽസസ് ഫാമിലി വെൻ മൈ ഫാമിലി ഈസ് നോട്ട് സപ്പോർട്ടീവ്ലി സ്റ്റാൻഡിങ്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി അറ്റ്ലീസ്റ്റ് ഞാൻ അവരെ കാണാൻ പോകുമ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നും ഏതെങ്കിലും ഒരാൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരാളുടെ വീട്ടിലേക്ക് കയറി പോകണു, അങ്ങനെയല്ല. ഐ കം ഫ്രം എ ഫാമിലി, ദേ ആർ ഓൾസോ നോട്ട് അഗ്രീയിങ്, പക്ഷെ എന്നാലും ഓക്കെ കുഴപ്പമില്ല കൂടെ ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എത്തണം. someone should be there. So സിസ്റ്റേഴ്സ് ഉണ്ട്, ഏറ്റവും അനീതി ചെന്നൈയിലാണ്, സോ ആളുടെ ഡ്യൂട്ടി അവിടെയാണ്. ഡിംപിൾ ഈസ് ബിൻ ട്രാവലിംഗ് എ ലോട്ട് ആൻഡ് ദാറ്റ്സ് ഹെർ ലൈഫ്. സോ വെൻ ഷീ ഈസ് എൻജോയിങ് ഹർ ലൈഫ്, ഐ കാൺ ഫോഴ്സ് നീ വന്നിട്ട് പ്ലീസ് ഇവിടെ ഒന്ന് കൺവിൻസിങ്. നോ, ഐ ഡോണ്ട് വോണ്ട് ഡു ദാറ്റ്. മൈ മോം ഷീ നീഡ്സ്, എനിക്ക് അവർക്ക് സമയം കൊടുക്കണം, that she accepts something like this and എന്നിട്ട് കൂടെ വന്ന് നിൽക്കുമ്പോൾ. ബിക്കോസ്
at the end I'm not an orphan യാർ. സോ എൻ്റെ മൈൻഡിൽ ഇതേ ഉള്ളൂ, ഞാൻ എന്തിനു വെറുതെ അങ്ങനെ. എനിക്ക് ആഗ്രഹമുണ്ട് ഫോർ ഷുവർ, ഇതൊരു നോർമൽ ആൾക്കാരെ പോലെ തന്നെ എൻ്റെ മമ്മിയും കൂടെ വരണം, നമ്മളൊന്ന് കാണുന്നു, ഒന്നിച്ചൊരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു അങ്ങനെ. പക്ഷെ ഇത് ഞാൻ മാത്രമായിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും ആരുമില്ലാത്തൊരു കുട്ടീനെ പോലെ എനിക്ക് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട്. ലൈക്ക് ഞാൻ അങ്ങനെ പോയി, എൻ്റെ ഡിസിഷൻസ് ഒക്കെ സ്ട്രോങ് ആണ്, ബട്ട് സംവെയർ ഐ എം ഇമോഷണലി കണക്റ്റഡ് ടു മൈ ഡിസിഷൻ. സോ ആ ഒരു റീസൺ കാരണം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറയും. പുതിയ ചുരിദാർ മേടിച്ചിട്ടില്ല, നമുക്കൊരു പുതിയ ചുരിദാർ, 3-4 ചുരിദാർ ഒരു ദിവസം ഒറ്റ ഇരിപ്പിനിരുന്ന് ഓർഡർ ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഷെഫിനെ ബുക്ക് ഇരിപ്പിന് ചെയ്ത് ആമസോണിൽ നാളെ തന്നെ കാണണമെന്ന് പറഞ്ഞ് നാളെ ആദ്യം ഒരു ചുരിദാർ ഓർഡർ ചെയ്ത് നാളെ വരും. പക്ഷെ അത് പോരാ സത്തു, അടുത്ത വരെ കൊണ്ട് അങ്ങനെ വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, 3-4 ചുരിദാർ, അന്ന് ചെരുപ്പടക്കം വേറെ എല്ലാം ഓർഡർ ചെയ്ത്. ഞാൻ വിചാരിച്ചു നാളെ തന്നെ വരാൻ, നാളെ തന്നെ കാണാമായിരിക്കും. നാളെ ആള് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ട് അത് എണിക്കാണ്ടിരുന്നത്. പക്ഷെ അത് ഭയങ്കര തലവേദന, നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ നിർബന്ധിച്ചില്ല. ഞാൻ വീട്ടിൽ അതുപോലെ തന്നെ അപ്പൊ തന്നെ ബ്രദേഴ്സ് വന്നു, 2 ബ്രദേഴ്സും വന്നു. നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ അത് ചൂസ് ചെയ്യുന്നു. അവര് അങ്ങോട്ട് വന്നു? അല്ലല്ല, വീട്ടില് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ആദ്യം സംസാരിച്ചത്. സോ അപ്പത്തേക്കും മൂത്ത ബ്രദർ വന്നു, രണ്ടാമത്തെ ബ്രദറും വന്നു. സോ അവരും ഡിസ്കസ് ചെയ്തു, നിന്റെ തീരുമാനം അടിപൊളിയാണെങ്കിൽ ഓക്കെ ആണ്, നീ ഇനി പണ്ടെടുത്ത പോലെ ഒന്നും ആവരുത്, നിനക്ക് കറക്റ്റ് ആണോ? ഓക്കെ. ഇവര് പറഞ്ഞതും ഞാൻ പറഞ്ഞു ബാർ രജിസ്റ്റർ ചെയ്യാം, ആദ്യം തന്നെ ഞാൻ പേപ്പർ ഇടാം. ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് വൺ മെസ്സേജ്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ വീട്ടിൽ പറഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും നാളും ആൾക്ക് 100 ഇല്ല എൻ്റെ അടുത്ത്, വിശ്വാസം എന്നല്ല, എന്തായാലും ഒരു കംപ്ലീറ്റ് 100. ഞാനിത് വീട്ടിൽ ഫാമിലിയുടെ അടുത്ത് ഫാമിലിയുടെ അടുത്ത് പറഞ്ഞും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 150 ഒക്കെ തന്നു തുടങ്ങിയത്. ഇല്ലില്ല, അതാ പറഞ്ഞു. ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി ചേഞ്ച് വന്നു തുടങ്ങി. അന്ന് മുതൽ ചേഞ്ച് വന്നു തുടങ്ങി. നന്നായിട്ട് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. നല്ല ചേഞ്ച് ഉണ്ട്, വാരിക്കൊടുത്ത് വണ്ണം വെച്ച്. അതിപ്പോ സ്നേഹത്തോടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകും, ബീഫ് ഉണ്ടാക്കും, പരിപ്പുണ്ടാക്കും, ചോറുണ്ടാക്കും, എല്ലാം ഉണ്ടാക്കാനും പൊന്നു. ഇപ്പൊ എല്ലാം വെച്ചിട്ടുണ്ട് പൊന്നു. ഇതുപോലത്തെ ഹസ്ബൻഡ് കിട്ടാൻ ആൾക്കാർ കൊതിക്കണം. പാത്രം കഴുകും, അടിക്കും, ഡ്രസ്സ് കഴുകും, എല്ലാം വിരിച്ചിടും. എന്റെ പൊന്നു എന്താണ് ഇതൊക്കെ ഉമ്മച്ചിയും കാണുന്നുണ്ടല്ലോ. സോറി. ഓക്കെ ശരി, ഈ ഭാഗം മാത്രം നമുക്ക് കേട്ടോ. ഞാൻ വീട്ടുപണി എല്ലാം ചെയ്യണത് കേട്ടോ. ലിറ്ററലി ഞാൻ കുക്ക് ചെയ്യട്ടോ. എനിക്ക് മറ്റേ റിലാക്സേഷൻ പക്ഷെ ആള് കുക്ക് ചെയ്യാൻ 2-3 hours എടുക്കുന്നുള്ളൂ. കാരണം ചെറിയ കാര്യമാണെങ്കിലും അടുക്കളയിൽ നിന്ന് ഉരുകണ കാണുമ്പോ എനിക്ക് മറ്റേതാ, ഞാനിപ്പോ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വിഷയം. കാരണം ആള് ഇറിറ്റേഷൻ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ ആ കിച്ചണിൽ പോയിട്ട് ഒരു ഫോണിൽ ഒരു സിനിമ വെക്കും, എന്നിട്ട് സ്ലോലി, ബിക്കോസ് സി I want to lavishly enjoy that time in the kitchen because അവിടെ അത്ര ചൂടുള്ളതുകൊണ്ട് അവിടെ മാത്രം വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻജോയ് ചെയ്ത് ഒരു സിനിമയൊക്കെ വെച്ച് പതുക്കെ ഇതൊക്കെ ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് ഓരോ സാധനം ഉണ്ടാക്കി 2-3 സാധനം ഒന്നിച്ചുണ്ടാക്കും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു 2 days. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം എടുക്കാം, അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് എല്ലാം തീരും. നല്ല തീറ്റയാ. ആരി ഞാനാ? അപ്പൊ നീയോ? 1.5 കിലോ ബീഫും 1.5 കിലോ ചിക്കനും ഒരു ദിവസം തീർക്കണ ആരാണ്? നല്ല തീറ്റയാ. ഞാൻ ആദ്യത്തില് ഇവളെ കാണുമ്പോ രാവിലെ മുതൽ രാത്രി വരെ ഒന്നും തിന്നൂല. ചോദിക്കപ്പോ അതാ പറഞ്ഞു നൈറ്റ് പേഴ്സൺ മറ്റേതായിരുന്നു. ഞാൻ രാവിലെ മുതൽ എന്തെങ്കിലും കഴിക്കില്ല, അവർ കാപ്പി കുടിക്കാം. എന്നാണ് രാത്രി ആവുമ്പോ ഒരു 2 ഫ്രൈഡ് റൈസോ നൂഡിൽസ് ഒക്കെ അടുപ്പിച്ച് തിന്നും. രാത്രി തിന്നും, തിന്നില്ലാന്നല്ല. 1 മണിയാവും ചിലപ്പോ, രാത്രി 1 o'clock ഒക്കെ ആവും ചിലപ്പോ. ആള് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ഡ്രൈ എല്ലാം രാത്രിയിലാ. ഇവര് രാത്രി കാണുന്നില്ലല്ലോ, ഇവൻ രാത്രി കാണുന്നില്ല. ഇവൻ നോക്കുമ്പോ ഫുൾ ദിവസം കഴിക്കാതെ ഇവള് എന്താ ചെയ്യണേ? എന്താ ഒരു ദിവസം രാത്രി ഇവൻ നിന്നപ്പോഴാണ് കണ്ണും കൊണ്ട് കണ്ടത്. ഡിംപിള് പറഞ്ഞു, നീ രാത്രി ഒന്ന് നിന്ന് നോക്ക്, നീ കണ്ണും കൊണ്ട് കാണ്. അപ്പോഴാണ് ഇവൻ കാണുന്നത്. ആദ്യം നൂഡിൽസ് ഓർഡർ ചെയ്തു, വയറുന്നറിഞ്ഞില്ല. അടുത്ത നൂഡിൽസ് ഓർഡർ ചെയ്തു, പിന്നെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്താലോ? 3 നൂഡിൽസ് ബാക്ക് ടു ബാക്ക് ഓർഡർ.
ഞാൻ അപ്പൊ മനസ്സിലായി തീറ്റയില് കുറവില്ല, രാവിലെ തിന്നലാന്നുള്ളൂ. അതിന്റെ കൂടെ ആ 3 നൂഡിൽസ് എന്നുള്ളത് ഇപ്പൊ രാവിലെ 10 മണിയാകുമ്പോൾ ആൾക്ക് വിശന്നു കൊടുക്കും. പക്ഷെ അന്ന് ഞാൻ ഡാൻസ് നല്ലപോലെ ഐ ഗോ ഔട്ട് ഫോർ സോഷ്യലൈസിങ്, എന്തെങ്കിലും വർക്കൗട്ട് ഉണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ സീരിയസ്ലി ലാപ്ടോപ്പാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ വർക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ദ വർക്ക് ഇസ് എക്സ്പാൻഡിങ്. നമ്മുടെ സോഷ്യലി മാത്രം റെസ്പോൺസിബിൾ അല്ല, ഇപ്പം ഫാമിലി വൈസ് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മൾ 2 പേർക്ക് ഇൻഡിവിജ്വൽ നമ്മുടെ വീടുകളും ഉണ്ട്. ലൈക്ക് ഹി ഹാസ് എ ഫാമിലി, ഐ ഓൾസോ, വി ആർ എ ഫാമിലി, 3 homes right now. And നമുക്ക് ഒരുപാട് പറ്റൂല, വി കാൺ ഡു മച്ച് റൈറ്റ് നൗ ബിക്കോസ് വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഒരു പ്ലാനും ഇല്ലാതെ ഒരു വലിയ ഒരു സംഭവം പ്ലാൻ ചെയ്യാതെയാണ് ഞങ്ങൾ ഇതിലേക്ക് ചാടിയത്. സോ ഫോർ അസ് ടു സ്റ്റാർട്ട് പ്ലാനിങ് ഫ്രം ദ ബിഗിനിങ്, ഓക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന, ആൻഡ് ഹീസ് grateful in that because like I feel I'm very grateful that he's a part of my life because I'm a spendthrift, not in buying dresses, not in traveling, but to socialize. ഞാൻ സോഷ്യലൈസ് പേഴ്സൺ ആണ്. അതും വിത്തിൻ ദ സിറ്റി, അതറിയാം. ഒരിക്കലും എൻ്റെ ട്രാവൽ ഡെസ്റ്റിനേഷൻ ഫോട്ടോ ആരും കാണൂല. ബിക്കോസ് വർക്കിന് പോലും പോയാൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. എനിക്ക് അത്രയ്ക്കും മടിയുള്ള വ്യക്തിയാണ്. ദാറ്റ് അത്രയ്ക്ക് ദേഷ്യമാണ് എനിക്ക്. മതി ട്രാവൽ ചെയ്തിട്ടൊരു ഫോട്ടോ ഞാൻ കണ്ടില്ല, ഞാൻ എന്തിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഈ ലൈക്ക് സദ്ദു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് എന്നല്ല, ഒരു എല്ലാം എന്നെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാവുന്ന രീതിയിൽ ഹീ സ്റ്റാർട്ടഡ് ബാലൻസിങ് ഇറ്റ് ഔട്ട്. സോ ഐ ഡോണ്ട് ഹാൻഡിൽ ദ ഫിനാൻഷ്യൽ പാർട്ട്, ഹി ഹാൻഡിൽസ് ഇറ്റ്. സോ വെൻ ഹി ഈസ് ഹാൻഡ്ലിങ് ദാറ്റ് സോർട്ടഡ്, ബിക്കോസ് ദാറ്റ് വാസ് ദി ഓൺലി പ്രോബ്ലം ഇൻ മീ. ഞാൻ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യില്ല. ഹി ബാലൻസസ് ഇറ്റ് പ്രിറ്റി മച്ച് നൈസ്. ശരി, ആൾ ഒട്ടും ചിന്തിക്കൂല. ഇന്നിപ്പോ അതങ്ങോട്ട് ചെയ്തതും ഇതിങ്ങോട്ട് ചെയ്തതും അത് ചിലപ്പോ ബാലൻസ് എത്രയാന്ന് പോലും അറിയാൻ പാടാണ്ടായിരിക്കും ആൾ ചെയ്യണത്. പിന്നെ അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് അല്ല, അതിൽ നീ അങ്ങോട്ട് ചെയ്തത് ഇനിയിപ്പോ 0 ആയി. ഓ ആയില്ലേ. എനിക്ക് കണക്ക് ഞാൻ വെക്കുകയില്ല. ലൈക്ക് ഐ ബീൻ ലൈക്ക് ദാറ്റ്. ഞാൻ എത്രയോ വർഷങ്ങളായി പണിയെടുക്കാൻ തുടങ്ങി. ലൈക്ക് ഞാൻ ഇൻഡിവിജ്വലി എന്നെ കുറിച്ച് മാത്രം ജീവിച്ച് സ്പെൻഡ് ചെയ്ത ഒരാൾക്ക് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരാള് ഒരു കറക്റ്റ് രീതിയിൽ അത് കൊണ്ടുവന്ന് കാണുമ്പോൾ ഓക്കെ നമുക്ക് ഈ ആഴ്ച ഇതൊക്കെ എക്സ്പെൻസസ് വരുന്നുണ്ടെന്ന് എടുത്തു പറയുമ്പോൾ ശരിയാണല്ലോ, അപ്പോഴാ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നാളെ ഒരു EMI ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ നാളെ ഉണ്ടാവുമായിരിക്കും. തീർന്നു കഴിഞ്ഞു 12 മണിക്ക് പിന്നെ ബാങ്കുകാർ വിളിക്കും. സോ ഹി ബേസിക്കലി ഹെൽപ് മീ ഔട്ട് ആൻഡ് സീ ഇറ്റ് കാൺ ബി ചേഞ്ച്ഡ് ഓവർനൈറ്റ്. ഇത് പെട്ടെന്നെല്ലാം, ബട്ട് ഹീസ് ബാലൻസിങ് മീ എന്ന് ഞാൻ പറയും. യെസ്, ഈസ് പെപ്പിങ് മീ അപ്പ് ഓൾസോ. ബിക്കോസ് ഞാൻ ചില സിറ്റുവേഷൻസ് വരുമ്പം എസ്പെഷ്യലി വിത്ത് വർക്ക് ഞാൻ കുറച്ചും കൂടെ എനർജി ഇട്ടൊരു വർക്കാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഇത് ഏതെങ്കിലും ആംഗിൾ ആരെങ്കിലും ഏതെങ്കിലും മോശം രീതിയിൽ കോമെൻറ്റ് ഇട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് എഫക്ട്സ് മീ. ബിക്കോസ് ഞാൻ അത്രയ്ക്കും എനർജി പുട്ടിൻ ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഞാൻ എൻ്റെ ഹോബി, പാഷൻ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് വെച്ചിരിക്കാം. സോ ഫോർ മീ മൈ ബ്രീതിങ് സ്പേസ് എവറിത്തിങ് ഈ വർക്കാണ്. അപ്പൊ ഈ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്റെ ഫുൾ ഫോക്കസ് അല്ലെങ്കിൽ ചില സമയം ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല. ആളിങ്ങനെ ഓടിച്ചാടി. അതെ അതെ. സോ ബട്ട് ദെൻ ഹിൽ ബി ലൈക്ക് ഒരു ഉമ്മ തരാൻ മറന്നു. ലിറ്ററലി ലൈക്ക് പെട്ടെന്നായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ വരുന്ന കോൾസ് ഒക്കെ നീ എടുക്കുക, എന്നിട്ട് ഞാൻ ഉമ്മ. അതെ അതെ, അതാണ് കാര്യം. ഇനി മുതൽ നീ ഉമ്മ കൊടുക്ക്. സോറി, വിളിക്കുന്നവർക്കോ ഇനി മുതൽ ഇത് സി. ബിക്കോസ് എനിക്ക് ഈ വർക്കിനെ കുറിച്ച് അറിയാവുന്ന അത്രയും സദ്ദു ഇപ്പൊ പഠിച്ചു വരണതാണ് ഞാൻ ചെയ്തു. ഹി ഈസ് നോട്ട് ഈ ഫീൽഡിൽ ആളല്ല, ആളൊരു സിവിൽ എഞ്ചിനീയർ ആണ്. എന്നാൽ ആ ഫീൽഡിൽ മാറി എൻ്റെ കൂടെ, ബിക്കോസ് ഐ റിയലി നീഡ് ദാറ്റ് സപ്പോർട്ട് ഫ്രം who stands with me. And ആൾക്ക് എല്ലാ ക്വാളിറ്റീസ് ഉണ്ട്, എല്ലാം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് കി ആൾ എല്ലാം ഡയറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫോൺ കോൾ ഹലോ മീറ്റപ്പ് നാളെ ഉണ്ട് കേട്ടോ, ബൈ. അപ്പൊ ഞാൻ ബാക്കി കാര്യം ആര് പറയും, ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയണേ, ടിക്കറ്റിന് റേറ്റ് ഇത്രയാണ്, മറ്റേത് ഇതാണ്, ശരി ബൈ. സദ്ദു ഇതല്ല. പക്ഷെ സോഷ്യലൈസിങ് ചെയ്യുമ്പോ ഈസ് ഫൈൻ. ലൈക്ക് ഈസ് അറ്റ് ദ മീറ്റപ്പ് ഈസ് ഫൈൻ, ബട്ട് ഈസ് നെവർ ഡൺ സെയിൽസ് കോൾ, ഈസ് നെവർ ബീൻ എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോ ദർ ഇസ് എ ലിമിറ്റേഷൻ കോളില് നമ്മള് എത്ര പേജ് ചെക്ക് ചെയ്താൽ അത്രേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നതാണ് ഇവന് മെസ്സേജ് അയക്കാമെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കിയാൽ മതി, ഇതെന്താണെന്നറിയാൻ. ഞാൻ ഇവളോട് പറയും, ചില സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് 2 മിനിറ്റിന്റെ ഓഡിയോ മെസ്സേജിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഒന്ന് നിർത്തി
ഞാൻ തന്നെ പറയും പിന്നെ ഒന്ന് ഷോർട്ടാക്കി പറ, കുറച്ചൊക്കെ നമ്മുടെ തിസാനുവൻസിന്റെ പേജ് അത്രയും വിശാലമായി കിടക്കാല്ലേ, എത്രയാണെങ്കിലും നമ്മുടെ ആഡ് വഴിയൊക്കെയാണ് ഓരോ ഇല്ലില്ല എന്നാലും ആള് ഓരോ കോളിലും ഓരോ മെസ്സേജും അങ്ങനെ പറയുമ്പോൾ ഒരു ഗുണം അവർക്ക് ആ ഒരു കണക്ട് കുറച്ചും കൂടെ അത് ചെയ്യാനാണ് ഞാൻ ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് തന്നെ നമ്മുടെ കേരളത്തിലില്ല. അപ്പൊ ആ കോൺസെപ്റ്റ് എത്രയോ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അതിനെ കറക്റ്റ് ആയിട്ട് സ്പൂൺ ഫീഡ് ചെയ്തേ പറ്റൂ. നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടില്ല. ആളിത്രയും സംസാരിക്കുമ്പോ എന്റെ എനർജി വേസ്റ്റ് ആവാൻ പോലെ മതി ശരിക്കും ആള് കൊറേ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും ആരും കേൾക്കൂല. കാരണം ഇപ്പോഴാണെങ്കിൽ മറ്റേ 1x 2x ഇട്ട് ആൾക്കാർ ഓഡിയോ രണ്ടിലൊക്കെ. സോ ആള് ശരിക്കും കേൾക്കൂല. I don't care. What I mean is, I don't want ആരെങ്കിലും എന്നെ മീറ്റപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിയിലും തെറ്റിദ്ധാരണയോ നമ്മൾ അവരെ മിസ്ഗൈഡ് ചെയ്യുന്നോ 100% ക്ലിയർ ആയിരിക്കണം ബിഫോർ ദി കം. ഞാൻ 100% തന്നെ ക്ലിയർ ആയി കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഷെയർ ചെയ്ത് കൊടുക്കും, ഒരു 3-4 മീറ്റപ്സിന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. ഇത്രയും നന്നായിട്ട് എങ്ങനെ ക്ലിയർ ആവുക? കാരണം വിഷ്വല് കിട്ടി, ഒടുവിൽ കിട്ടി, എല്ലാം കിട്ടി. അത് ബാക്കി അവരുടെ എഫോർട്ട് വെച്ച് ചെയ്തു. See, I am a salesperson. I've been into marketing. So I know that അയാള് ഒരു കോൾ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ they have an interest in it. It's just that കറക്റ്റ് ആയിട്ട് അറിയില്ല. കറക്റ്റ് ആയിട്ട് പറയും ഇയാൾ ബുക്ക് ചെയ്യും, ഇയാള് ബുക്ക് ചെയ്യില്ല. ഫസ്റ്റ് മെസ്സേജ് എന്റെ അടുത്ത് പറയും ബുക്ക് ചെയ്യില്ലാത്ത ആൾക്കിട്ട് തന്നെ. പിന്നെ ഞാൻ അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന I've been dealing with so many people. അവര് ഫസ്റ്റ് മെസ്സേജ് കാണുമ്പോ I exactly know അവര് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതില് ജെനുവൻലി വന്നാണോ വെറുതെ ടൈം പാസിന് വരുന്ന ആൾക്കാരാണോ. ചില ആൾക്കാർ വെറുതെ ഒക്കെ മെസ്സേജ് അയക്കാൻ വരും. അപ്പൊ ഞാൻ ഇവന് ഫോൺ കൊടുക്കും, ഒന്ന് ടൈം പാസ് കൊടുത്തേക്ക്. ആള് കൊടുക്കും. ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എവിടെ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അല്ല ഞാൻ ഇവളോട് പറയും ശരിക്കും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളും ഒരുപാട് ഇങ്ങനത്തെ നമ്പറോ ഇപ്പൊ മീറ്റപ്പ് എന്നൊക്കെ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞെങ്കിൽ ഞാനൊക്കെ കുറച്ചു നാൾ മുമ്പാണ് പൊന്നിത് നടത്തുന്ന പൊന്നിനെ അറിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസവും വിളിക്കും പല നമ്പറിൽ നിന്ന്. ഹലോ മീറ്റപ്പിന്റെ ഡേറ്റ് കാരണം വെറുതെ കളിയാക്കാം നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് പലരും ഇങ്ങനെ വിളിക്കുന്നവരുണ്ട്. കാണുമ്പോ നമുക്ക് മനസ്സിലാവും വെറുതെ ഡൗട്ട് അപ്പൊ ഇതെങ്ങനെയാണ്, അപ്പൊ ഇത് എപ്പ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഞാൻ തിരികെ പറയും അത് കളിപ്പിക്കണേ. പണ്ട് കുറെ പറ്റിച്ചിട്ടുള്ളൂ, ഇപ്പൊ തിരിച്ചടിച്ചോണ്ടിരിക്കാനുള്ള ദൈവമേ. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്ത് ഓക്കെ ബ്രോ എന്ത് ഉണ്ടെങ്കിലും വിളിച്ചാൽ ഭയങ്കര കൂളായിട്ട് ആമായിട്ട് എന്തുണ്ടെങ്കിലും വിളിച്ചോ. പക്ഷെ വേറെ കാര്യമുണ്ട്, ആള് വന്ന ദിവസം മുതൽ ലൈഫില് അതിനു മുമ്പ് ഐ എം നോട്ട് ഗോണ സേ ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ഞാൻ എപ്പോഴും വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിലും സംതിങ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് സഡൻലി ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയില്ലേ, അതുപോലെ ഞാനൊരു പാർട്ടി പ്രൊമോട്ടർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം ദാറ്റ് ഐ ബീൻ ഡൂയിങ് പാർട്ടി പ്രൊമോഷൻസ്. അത് ഇറ്റ് വാസ് നെവർ ഇറ്റ് വാസ് നോട്ട് ഫിനാൻഷ്യലി ഒരു രീതിയിലും എന്നെ ഫിനാൻഷ്യൽ ഒരു അതില്ലായിരുന്നു. Suddenly he came into my life and no, it was just my passion. Okay, this is the party happening. വെറുതെ അങ്ങ് പറയാം, ആ ഒരു സുഖത്തിന് വേണ്ടിട്ട് പറയാം. I would say till last October, no, nothing. So he came into my life, like he came into my picture, and then he's like, നമ്മളിങ്ങനെ വെറുതെ suddenly I get a call from one of the huge festivals that was happening. ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത്. And I'm like looking at him. Because ഞാൻ യെസ് പറയണം, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് തുടങ്ങുന്നതും ഐ സ്റ്റാർട്ടഡ് ബിക്കോസ് സി എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. എവ്രി വൺ ഈസ് റെഡി ടു ആക്സെപ്റ്റ് യെസ് വി ഗെറ്റ് പെയ്ഡ് ഫോർ സർട്ടൻ കൊളാബറേഷൻസ് ആൻഡ് വിച്ച് ഇസ് ഗുഡ് ബിക്കോസ് സി നമ്മൾ ഉണ്ടാക്കുന്ന കോണ്ടന്റും ബേസിസ് ആണ് നമുക്കത് കിട്ടുന്നത്. ബട്ട് എനിക്ക് പാർട്ടീസോ പാർട്ടി റിലേറ്റഡ് അല്ലാത്ത ഒരു സാധനത്തിനെ കുറിച്ച് പറയാനും മടിയാ. ബിക്കോസ് ദാറ്റ്സ് വാട്ട് മൈ പേജ് ഇസ് ഓൾ അബൌട്ട്. ഞാൻ എന്താ വേറെ അല്ലാതെ മൈ ജോണർ ഇസ് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് ഓഫ് ദ ട്രാക്ക്. അപ്പോൾ എനിക്ക് ഈ സാധനം ഇങ്ങോട്ട് വന്നപ്പോൾ which was an amazingly good festival. Whoa, I can't even believe that എനിക്ക് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് എൻ്റെ അടുത്തേക്ക് വരും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. I was doing for the fun of
just doing it, Okay. and suddenly something big happened in my life. അത് ബിക്കോസ് ഓഫ് ദാറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇത് വന്നത്. അതെ all my effort was അതെ, there, അതെ, അതെ. but ആളതിനു മുമ്പ് എഫേർട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വന്നത്. അതെ ആ എഫേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് കാര്യമില്ല. ബട്ട് ദാറ്റ് എഫേർട്ട് ടു ബി ഫ്രൂട്ട്ഫുൾ അറ്റ് ദ സെയിം ടൈം ഈവൻ എന്റെ ലൈഫിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ അവിടുന്ന് ലൈഫിൽ സത്യം പറഞ്ഞ ഒരു യൂ ടേൺ പോലെയായിരുന്നു എനിക്ക്. ലൈക്ക് things started working out, everything started working out, and financially, personally, emotionally, നമ്മുടെ ഒരു socially, എല്ലാ രീതിയിലും it started becoming കുറച്ചും കൂടെ ബാലൻസ്, കുറച്ചും കൂടെ ഹോപ്പ്, കുറച്ചും കൂടെ എന്താ പറയുക റീസൺ ഫോർ ഇറ്റ് ഓർ ദിസ് ആ വേർഡ് എനിക്ക് കിട്ടുന്നില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് സംതിങ് ഈസ് ഹാപ്പനിങ് ഫോർ ഷുവർ എന്നുള്ള രീതിയിലൊരു ഭയങ്കര അടിപൊളിയായിട്ട്. മറ്റേ കർത്താവിന്റെ മറ്റേ നീല വെളിച്ചം പോലത്തെ ഇങ്ങനെ റൗണ്ട് കാണുമ്പോ തിങ്കളിൽ അതാ തോന്നുന്നത്. ഓ ദൈവമേ, ഓരോ വില്ല്